ഇന്ന് നോമ്പ് കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. ജീരകക്കഞ്ഞി എന്നും പറയും. പാലക്കാടൻ മട്ടാടെ പൊടിയരിയാണിത്. അതിനോടൊപ്പം 1 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ ആശാളിയും എടുത്തിട്ടുണ്ട്. ഉലുവയും ആശാളിയും അരിയോടൊപ്പം ഇട്ട് കൊടുത്തിട്ട് 3-4 പ്രാവശ്യം വെള്ളം മാറ്റി നല്ലതുപോലെ കഴുകിയെടുക്കണം. അങ്ങനെ കഴുകിയതിനു ശേഷം വെള്ളം ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. ഞാനിവിടെ പ്രഷർ കുക്ക് ചെയ്താണ് വേവിക്കുന്നത്. പച്ചരിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ സാധാരണ പോലെ വേവിച്ചെടുത്താൽ മതി. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. കഞ്ഞിക്ക് കൂടുതൽ ഡാർക്ക് കളർ വേണമെങ്കിൽ കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ചേർക്കണം. ഉപ്പാണ് ഇട്ട് കൊടുത്തത്. ഈ പ്രഷർ കുക്കറിൽ 1 കപ്പ് അരിക്ക് 2.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. കൂടുതൽ വെള്ളം ഒഴിച്ചാൽ ലീക്കാവും. അരി നല്ലതുപോലെ വേകാനുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കൂടുതൽ വെള്ളം ഒഴിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ലീക്കാവും. ഫ്ലെയിം ഓൺ ചെയ്തു കൊടുത്തു. വെന്റിൽ നിന്നും സ്റ്റീം വന്നതിന് ശേഷം മാത്രം ഞാൻ വെയിറ്റ് ഇട്ട് കൊടുത്തു. 5 വിസിലിനാണ് ഞാൻ വേവിച്ചത്. അതിനുശേഷം പ്രഷർ കുക്കർ മാറ്റിവെച്ചു. അടുത്തതായി ചിരകിയ തേങ്ങ, നല്ല ജീരകം, ചെറിയ ഉള്ളി ഇത്രയും കൂടി നല്ല മഷി പോലെ അരച്ചെടുക്കണം. അരയാനുള്ള വെള്ളം മാത്രമേ ജാറിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. അരി വേകാനുള്ള വെള്ളം മാത്രമേ പ്രഷർ കുക്കറിൽ ഒഴിച്ചു കൊടുത്തിരുന്നുള്ളൂ. അതുകൊണ്ട് കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നില്ല. അരി വേവിച്ചത് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി അരച്ച അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തു. ജാറിൽ ബാക്കി ഉണ്ടായിരുന്ന അരപ്പ് കുറച്ച് വെള്ളം ഒഴിച്ചു കലക്കി ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷമാണ് ഫ്ലെയിം ഓൺ ചെയ്തത്. ഇപ്പോൾ അരപ്പും വേവിച്ച ചോറും എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒരു 5 മിനിറ്റ് ഇത് നല്ലതുപോലെ തിളയ്ക്കണം. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. കുറച്ചു നേരം തിളച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഇതേമാതിരിയായി. കഞ്ഞി ആയതുകൊണ്ട് കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി അത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി കുറച്ച് കഞ്ഞി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർക്കണം. ഞാനിവിടെ കുറച്ച് ഉപ്പ് കൂടി ചേർക്കുകയാണ്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തു. പൊന്നി അരിയിലും ഈ ജീരകക്കഞ്ഞി ഉണ്ടാക്കാവുന്നതാണ്. ഈ ജീരകക്കഞ്ഞിയുടെ കളർ കണ്ടോ? എനിക്ക് ഇതേമാതിരി ലൈറ്റ് കളറിൽ ഇരിക്കുന്നതാണ് ഇഷ്ടം. ഇനി കഞ്ഞി ഒന്ന് താളിച്ചെടുക്കണം. നെയ്യിലാണ് ഞാൻ ഉള്ളി മൂപ്പിച്ചെടുക്കുന്നത്. അതിനുശേഷം കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നോമ്പ് കഞ്ഞി അഥവാ ജീരകക്കഞ്ഞി റെഡിയായി കഴിഞ്ഞു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം.